ചേച്ചി, ഈ ബി.ജെ.പിയുടെ വിജയത്തെ പറ്റി എന്താണ് പറയാനുള്ളത്? ഇത് ചരിത്ര വിജയമാണ്. നമ്മള് 3 പേരാണ് വിജയിച്ചതെങ്കിലും അത് 300 പേരുടെ ശക്തിയാണ്. കാരണം ഇനിയിപ്പോ ഡീലിമിറ്റേഷൻ വന്ന് മണ്ഡലങ്ങളൊക്കെ പുനർനിർണയം നടത്തിയാലും ചിലപ്പോൾ ഇതൊക്കെ മെമ്പേഴ്സ് കൂടുമായിരിക്കും, അല്ലെങ്കിൽ MLA-മാരുടെ എണ്ണം കൂടുമായിരിക്കും അടുത്ത തവണ. പക്ഷെ ഇവര് 3 പേര് മതി ഇപ്പൊ ഈ 135 പേരോട് കിടപിടിക്കാൻ എന്നുള്ളതാണ്. അത്രയും പ്രാപ്തരായിട്ടുള്ള 3 പേരാണ് ജയിച്ചിരിക്കുന്നത്. പക്ഷെ നമുക്ക് ഒരുപാട് കഴിവുള്ള ആളുകൾ ഉണ്ടായിരുന്നു. അനൂപ് ആന്റണി, ശോഭ സുരേന്ദ്രൻ, അതേപോലെ സുരേന്ദ്രൻ ജി തുടങ്ങി ഒരുപാട് കഴിവുറ്റ ആളുകൾ ഉണ്ടായിരുന്നു. അവരൊക്കെ ജയിച്ചിരുന്നെങ്കിൽ വേറെ ലെവലിൽ ഈ വിജയം നമ്മൾ ആഘോഷിച്ചെങ്കിലും എല്ലാവരും ഒരുപാട് ഹാപ്പിയാണ്. പ്രവർത്തകരോടൊപ്പം നമ്മളെല്ലാവരും ഹാപ്പിയാണ്. ഇതിൽ കൂടുതൽ സംഖ്യ പ്രതീക്ഷിച്ചിരുന്നോ? ആൾക്കാർ ജയിക്കുമെന്ന്? ഉറപ്പായിട്ടും നമ്മള് മിനിമം ഒരു 11 പേരായിരുന്നു എന്റെ ഒരു ചെറിയ കണക്കിൽ അത്രത്തോളം. പക്ഷെ പ്രവർത്തകർക്ക് വളരെ വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. ഒരുപാട് കാൻഡിഡേറ്റ് ഉണ്ടായിരുന്നു. തിരുവല്ലയിലെ ജനങ്ങൾക്കൊക്കെ നഷ്ടമാണെന്ന് പറയുന്നത്. അതേപോലെ ഷോൺ ജോർജ്. ചാത്തന്നൂരിലെ ജനപ്രതിനിധിയെ പറ്റി എന്താണ് പറയാനുള്ളത്? ചാത്തന്നൂര് നമുക്കറിയാം അവിടുത്തെ പല പഞ്ചായത്തുകളും ഭരിക്കുന്നത് BJP ആണ് അവിടെ. പക്ഷെ ഇത് ഒട്ടും അൺഎക്സ്പെക്ടഡ് ആയിട്ടുള്ള ഒരു വിജയമാണ് ശ്രീ BB ഗോപകുമാറിന്റേത്. സാധാരണക്കാരനായ ഒരു വ്യക്തി ഇന്ന് നിയമസഭയുടെ അകത്തളത്തിലേക്ക് എത്തിയിരിക്കുന്നു. അതിന് ഭാരതീയ ജനതാ പാർട്ടിയോടും അതുപോലെ സാധാരണക്കാരായിട്ടുള്ള എല്ലാ വോട്ടർമാരോടും പ്രത്യേകിച്ച് നന്ദി പറയുക. പുള്ളി കുറച്ചും കൂടെ ജനങ്ങളിലേക്ക് ഇറങ്ങി ചെന്ന് പ്രവർത്തിക്കുകയും നമ്മൾ സംസാരിക്കുമ്പോൾ തന്നെ ജനങ്ങൾക്കൊരു ഒരു മടുപ്പില്ലാത്ത രീതിയിൽ കേട്ടോണ്ടിരിക്കാൻ പറ്റുന്ന രീതിയിലേക്ക് പുള്ളിയുടെ സംസാരം എത്തുന്ന പോലെ തോന്നിയിട്ടില്ല? അതെ, എനിക്കത് ഞാൻ ആദ്യമായിട്ടാണ് അദ്ദേഹത്തിന്റെ ഒരു സ്പീച്ച് കേൾക്കുന്നത്. ജനങ്ങളെ ഇൻഫ്ലുവൻസ് എന്തുകൊണ്ടാണ് അദ്ദേഹം 2 തവണ 2ാം സ്ഥാനത്ത് വന്നിട്ട് 1ാം സ്ഥാനം ജനങ്ങൾ നൽകിയെന്നുള്ളതിന്റെ തെളിവാണ് ആ നിശ്ചയദാർഢ്യവും അതേപോലെ തന്നെ ആ ഒരു ഡൗൺ ടു എർത്ത് ആയിട്ടുള്ളതും അതുപോലെ ജനങ്ങളെ ക്യാച്ച് ചെയ്യാൻ പറ്റുന്ന വാക്കുകളാണ് അദ്ദേഹം സംസാരിച്ചത്. വളരെ മനോഹരമായിട്ടുണ്ട്. അദ്ദേഹത്തിന് ഒരു ബ്രൈറ്റ് ഫ്യൂച്ചർ ഉണ്ട്. അതുപോലെ തന്നെ ശ്രീ രാജീവ് ചന്ദ്രശേഖർജി നമ്മുടെ സംസ്ഥാന പ്രസിഡന്റായി വന്നതിന് ശേഷം ഉണ്ടായിരിക്കുന്ന മാറ്റങ്ങൾ എന്ന് പറയുന്നത് വളരെ വലുതാണ്. അപ്പൊ അതിനെല്ലാം അദ്ദേഹത്തോട് പ്രത്യേകിച്ച് നന്ദി പറയുന്നു. ശ്രീ നരേന്ദ്രമോദിജിയുടെ തീരുമാനം ശരിയായിരുന്നു എന്നാണ് ഇപ്പോ നമുക്ക് തോന്നുന്നത്. ഇത് നല്ല പാർട്ടിയെല്ലാം മാറ്റിയിട്ട് ചോദിക്കണം, സിനിമയിൽ എങ്ങനെയാണ് ഇപ്പം സരിതയെ പറ്റി? സിനിമ ഞാനിപ്പോ ഡൽഹിയിലാണ് ജോലി ചെയ്യുന്നത്. ട്രസ്റ്റിന്റെ പ്രവർത്തനങ്ങളുണ്ട്. നല്ല സിനിമ വന്നാൽ ചെയ്യണം എന്നുണ്ട്. പിന്നെ നമ്മള് ചില അസഭ്യങ്ങൾ തുറന്ന് പറഞ്ഞത് കൊണ്ട് നമ്മളെ ഒഴിവാക്കലുകളൊക്കെ ഉണ്ടോ എന്ന് തോന്നുന്നു, അറിയില്ല. ഞാൻ ചെയ്തുകൊണ്ടിരിക്കുന്ന 1-2 സിനിമകളുണ്ട്. അതിന്റെ ബാലൻസ് ചെയ്യാനുണ്ട്. കഥകൾ കേൾക്കുന്നു, പുതിയതായിട്ടില്ല, എന്നാലും ഉടനെ സിനിമയിലേക്ക് പ്രതീക്ഷിക്കാം അല്ലെ? ഉറപ്പായിട്ടും നമ്മൾ സിനിമ വിട്ട് എവിടെയും പോകുന്നില്ല. അത് നമ്മുടെ ചോറാണ്. അതുകൊണ്ട് സിനിമയിൽ ഉണ്ടാവും. രാഷ്ട്രീയവും സിനിമയും ഒരുപോലെ കൊണ്ടുപോകണമെന്നാണ് സാമൂഹിക പ്രവർത്തനവും. അതാണ് ഇപ്പോഴത്തെ ആഗ്രഹം. ഭാരതീയ ജനതാ പാർട്ടിയുടെ ഭാഗമായി മാറിയത് തന്നെ ഈ സേവനം നമ്മളുടെ ഉള്ളിലുള്ളത് കൊണ്ടാണ്. ഇപ്പം നരേന്ദ്രമോദിജിയെ പോലെ സേവന സന്നദ്ധനായിട്ടുള്ള ഒരു പ്രധാനമന്ത്രി നമ്മുടെ രാജ്യത്ത് കിട്ടിയപ്പോൾ അത്രത്തോളം അഭിമാനത്തോടു കൂടിയാണ് നമ്മൾക്ക് ഭാരതീയ ജനതാ പാർട്ടിയിൽ വന്നിരിക്കുന്നത്. അതുകൊണ്ട് സമൂഹത്തെ സേവിക്കാൻ ഒരു അവസരം പാർട്ടിയിലൂടെ വന്നതുകൊണ്ട് തന്നെയാണ് നമ്മൾ ഇതിലേക്ക് വന്നിരിക്കുന്നത്. ഓക്കെ, എന്തായാലും ഭാവിയിൽ നല്ല നിലയിൽ ഒത്തിരി സന്തോഷം. കാരണം ഇത് എത്രത്തോളം നമ്മളൊക്കെ ശരിക്കും പറഞ്ഞാൽ ഞാൻ ഡൽഹിയിൽ നിന്ന് ഈ ഇലക്ഷൻ വാക്കിന് വേണ്ടിയിട്ട് നമ്മളൊരു ടീമായിട്ട് വന്നു. ഇലക്ഷൻ വാക്ക് കഴിഞ്ഞു. ഒരു തവണ കൂടെ ഡൽഹിയിൽ പോയി വീണ്ടും റിസൾട്ട് അറിയാറായപ്പോൾ ഒരു രക്ഷയില്ല, ഡൽഹിയിൽ തിരികെ വന്നതാണ്. കാരണം ഇത് ചരിത്ര വിജയമാണ്. പലരും പറഞ്ഞല്ലോ, നമ്മളെ കടകംപള്ളി സുരേന്ദ്രൻജി പറഞ്ഞിരുന്നു അയ്യപ്പൻ കൊടുക്കും അല്ലെങ്കിൽ മുല്ലൂർ കാളിയമ്മ കൊടുക്കുമെന്നൊക്കെ. മുല്ലൂർ കാളിയമ്മയും അയ്യപ്പനും ഒക്കെ കൊടുത്തതിന്റെ മറുപടിയാണ് ഇപ്പൊ 35 സീറ്റിലേക്ക് ഒതുക്കിയത്. അത്രത്തോളം ധാർഷ്ട്യവും അഹങ്കാരവും കേരളത്തിലെ ജനങ്ങളെ വെല്ലുവിളിച്ചുകൊണ്ട് മുഖ്യമന്ത്രി കിതച്ചാണ് ലാസ്റ്റ്. അതെ, ജനങ്ങളോട് കടക്ക് പുറത്തെന്ന് പറയാൻ ഒരു ഭരണാധികാരിക്ക് അവകാശമില്ല. നമ്മളാണ് അവരെ ആ ചെയറിലേക്ക് ഇരുത്തുന്നത്. ജനങ്ങളെ സേവിക്കേണ്ടവരാണ് അവര്. ജനങ്ങളോട് ധാർഷ്ട്യത്തില് അതിന് ഏത് പാർട്ടിയായാലും ശരിയല്ല. ജനങ്ങളെ അവരെ മുഖവിലേക്ക് എടുക്കാത്ത ഒരു പാർട്ടിയും മുന്നോട്ട് പോകില്ല. അത് അവരുടെ അധപ്പതനം തന്നെയാണ്. അതാണ് കമ്മ്യൂണിസ്റ്റ് പാർട്ടി തീർന്നല്ലോ, ലോകത്തെ ഇല്ല. തൂത്തുവാരി ഭാരതീയ ജനതാ പാർട്ടി. അപ്പൊ അതുകൊണ്ട് കേരളത്തിൽ ആ മാറ്റം വരുമെന്നുള്ളതും ഇനി അടുത്ത ഒരു നിയമസഭാ തെരഞ്ഞെടുപ്പ് ഉണ്ടെങ്കിൽ ഉറപ്പായിട്ടും ഭാരതീയ ജനതാ പാർട്ടിക്ക് ഇതിൽ കൂടുതൽ വിജയത്തിലേക്ക് എത്താൻ ഒരു നാൾ മുഖ്യമന്ത്രി ഭാരതീയ ജനതാ പാർട്ടിയുടെ അല്ലെങ്കിൽ ഇന്ത്യയുടെ തന്നെ ആളുകളായി ഉള്ള സ്വപ്നത്തിലാണ് നമ്മൾ ഓരോ പ്രവർത്തകരും പ്രവർത്തിക്കുന്നത്.